ആരോഗ്യ കേരളം അങ്ങനെ പോകണ്ട. അല്ല നിങ്ങൾ കൊട്ടാരക്കര ഞങ്ങൾ വിഷമം പറയാനാണ് ഞങ്ങൾ വന്നത്, അല്ലാതെ പക്ഷെ അത് കേൾക്കാൻ കൂട്ടാക്കാതെ ഞങ്ങളെ അപമാനിച്ചെന്തിന് മന്ത്രി? ഞങ്ങൾ ബി ജെ പി പ്രവർത്തകർ കേരളത്തിന്റെ ധനകാര്യ മന്ത്രി കൊട്ടാരക്കര തമ്മിൽ അപമാനിച്ചിട്ടാണ് പോയത്. ഞങ്ങൾ അയാളടുത്ത് പോയില്ല, ഞങ്ങൾ ആ വ്യക്തി അടുത്ത് പോയിട്ടില്ല. അയാൾ ഇങ്ങോട്ട് വന്നതാണ്. നിങ്ങൾ പോലീസ് ഉദ്യോഗ സാക്ഷിയല്ലേ? ഞങ്ങൾ അയാളടുത്ത് പോയി എന്തെങ്കിലും കാര്യം ഞങ്ങൾ അയാളടുത്ത് പോയിട്ടുണ്ടോ? അപ്പോൾ ധനകാര്യമന്ത്രി തികച്ചും ഇവിടെ ആരോഗ്യമന്ത്രി വരുന്നത് പ്രതിഷേധിക്കാൻ തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അവർ ഒരു കുഴപ്പമില്ല, ചാടിയാണ് ഓടിയാണ് അവർ പോയിട്ടുള്ളത്. ഇപ്പം ശരി, ആഫ്റ്റർ അഫക്റ്റ് ഇപ്പോൾ അവർക്ക് എന്താ അവസ്ഥ ഞങ്ങൾക്ക് അറിയില്ല. അകത്ത് സൂപ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുള്ളൂ അവരുടെ ആരോഗ്യസ്ഥിതി എന്താണെന്ന്. അപ്പോൾ അത് ഞങ്ങൾ ജില്ലാ പ്രസിഡന്റും ഞങ്ങളുടെ സംസ്ഥാന നേതാക്കളും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, ഞങ്ങൾ ഈ സമരം എങ്ങനെ വേണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് ഈ ധനകാര്യമന്ത്രി കൊട്ടാരക്കര MLA വന്ന് ഞങ്ങളെ വെറും മോശപ്പെട്ട രീതി ഞങ്ങളോട് ധിക്കാരപരമായി ഞങ്ങൾ ഇവിടെ നിന്നതാണ്. സമാധാന സാക്ഷികളാണ് എല്ലാവരും. ഞങ്ങൾ സമാധാനപരമായി നിന്നാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ചെറിയ വിഷമം ഉണ്ടെന്ന് ഞങ്ങളുടെ വിഷമം പറയാൻ ഈ കൊട്ടാരക്കര ആശുപത്രി എന്തൊക്കെയാണ് സാർ വിഷയങ്ങൾ? ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞങ്ങൾ എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഒരുപാട് വിഷയം. ഈ ആശുപത്രി ഒരു സംവിധാനങ്ങളില്ല, ഡോക്ടർമാരില്ല, മരുന്നില്ല. എത്ര രോഗികൾ കൊല്ലപ്പെട്ടു. ഇന്നലെ തന്നെ രാത്രി ഞങ്ങളുടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഒരു കാര്യം റെഫർ ചെയ്ത് വിടുകയാണ്. പാവപ്പെട്ടവർ എങ്ങോട്ട് പോകും? തിരുവനന്തപുരത്ത് വന്നൊരു പേഷ്യന്റിനെ ഇവർ പാരിപ്പള്ളി വിടുകയാണ്. പോകാൻ പൈസ ഇല്ല അവരുടെ. അത്രത്തോളം ഈ നാട്ടിൽ കൊട്ടാരക്കരക്കാർ ബുദ്ധിമുട്ട് കഴിഞ്ഞ് നാട്ടിൽ ജനം ബുദ്ധിമുട്ട്. ആ വിഷമം ഞങ്ങൾ ധനകാര്യമന്ത്രിയോട് പറയാൻ നിന്നപ്പോൾ അതും അദ്ദേഹം ഇങ്ങോട്ട് വന്നപ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് വളരെ മോശപ്പെട്ട് അതൊന്നും ഇവിടെ സംസാരിക്കേണ്ടത് പറഞ്ഞ് തട്ടിയിട്ട് പോയി ഞങ്ങൾക്ക് തട്ട അറിയാമേതുകൊണ്ടല്ല. അയാൾ കേരളത്തിൽ ധനകാര്യമന്ത്രിയാണ്. ഞങ്ങൾ വളരെ ബഹുമാനപൂർവ്വമാണ് പോലീസ് ഉദ്യോഗസ്ഥർ മുൻവെച്ച് സംസാരിച്ചത്. പക്ഷേ അയാൾ കാണിച്ച ധിക്കാരപരമായ നിലപാട് ഞങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുന്നു. ധനകാര്യമന്ത്രിക്കെതിരെ വരും ദിവസം ശക്തമായ അയാളുടെ വീട്ടിൽ കയറി, അയാളുടെ ക്യാമ്പ് ഓഫീസിൽ കയറി അയാളുടെ വഴിയിൽ തടഞ്ഞുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം BJP കാഴ്ചവെക്കും. യാതൊരു സംശയവുമില്ല.